ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല കേട്ടോ. ഇത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണ്. കാരണം ഒന്നും ഉണ്ടാക്കാനില്ലാത്തൊരു ദിവസം ചുമ്മാ ഒരു പൊട്ടപുത്തിയിൽ വന്ന ഒരു കാര്യമാണ്. ചിക്കൻ നഗറ്റ്സ് ഈ പാക്കറ്റിൽ കിട്ടുമല്ലോ, സ്ട്രിപ്സോ നഗറ്റ്സോ എന്താണെങ്കിലും ഫ്രോസൺ ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ അത് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇത് ഓൾറെഡി കുക്ക്ഡാണ്, സോ അത് ഫ്രീസറിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ തണുപ്പ് മാറി അതൊന്ന് കുറച്ച് ക്രിസ്പി ആകണം. അപ്പോൾ അത് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇന്ന് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാനത് വേറെ ഒന്നും ഇട്ടില്ല. പക്ഷെങ്കിൽ ജസ്റ്റ് ഉള്ളി, ചുമന്ന വലിയ ഉള്ളി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതൊരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കുക, കുറച്ച് വലുതായിട്ട് തന്നെ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാപ്സിക്കോ അല്ലെങ്കിൽ ബെൽ പെപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർത്തില്ല. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പാനിലേക്ക് എണ്ണ ചൂടാക്കി ജസ്റ്റ് ഒന്ന് കുറച്ച് ചൂടാകാൻ വയ്ക്കുക. അതിലേക്ക് എരിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി പെപ്പർ ഫ്ലേക്സ് ഇടുക. ഇനി അതൊന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മൾ പെട്ടെന്ന് മടിയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നതാണ്. അല്ലാതെ ഇങ്ങനെ റെസിപ്പി എങ്ങും ഞാൻ കണ്ടിട്ടുള്ളതൊന്നുമല്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, മുളകും ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി സവാള ഇളക്കി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കി അതൊന്ന് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് കുക്കാകണം. അതൊരു ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന രീതിയിൽ അത്രയും നേരം കുക്ക് ചെയ്യാം. ഇപ്പം ആ സമയം ആയപ്പോഴത്തേനും നമ്മളുടെ ചിക്കൻ നഗറ്റ്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് എടുത്തു അതൊന്ന് കുക്കായി വരാൻ. ഇനി ഇതുപോലെ കാണുന്നത് മാതിരി അതും ഒരു സ്ക്വയർ മാതിരി, അതായത് 4ആയിട്ട് കട്ട് ചെയ്തു. നീളത്തിലും കുറുവത്തിലും 2 കട്ട് ചെയ്ത് 4 പീസസ് ആക്കി. അങ്ങനെ അത് മുഴുവൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി അത് ഈ കുക്ക് ചെയ്തിരിക്കുന്ന ഈ വെജിറ്റബിൾ മിക്സിലേക്ക് ഇടുക. ഇപ്പോൾ ഇവിടെ വെജിറ്റബിൾ മിക്സ് എന്ന് പറയാൻ പറ്റുകയില്ല, ഓണിയൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ആ മിക്സിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അപ്പം ഇത് ഇനിയും അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സായി വരിക. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മളുടെ മാഗിയുടെ സ്വീറ്റ് ആൻഡ് സവർ സോസാണ് ഒഴിക്കേണ്ടത്. അത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ബോട്ടിൽ ഇത് തീരാറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ കടയിൽ കിട്ടിയ വേറെ ഏതോ ഒരു വിയറ്റ്നാമീസിൻ്റെ സ്വീറ്റ് ആൻഡ് സ്പൈസി സവറല്ല, സ്പൈസി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഇച്ചിരി സ്വീറ്റ് കൂടുതലായിരുന്നു, മാഗിയുടെ അത്രയും നല്ലതല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാം. അതിലേക്ക് നല്ല കുഞ്ഞുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളുടെ സിലാൻഡ്രോ അല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, തീ ഓഫ് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലുതായിട്ട് മുറിച്ച ഒരു സിലാൻഡ്രോ ഇടുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. സീ യു ലേറ്റർ.